എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് കോമഡി ഈദ് ഐറ്റം വേറയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് അല്ലെങ്കിൽ 2-3 എപ്പിസോഡുകളായിട്ട് സിൽവർ പഞ്ച് അടിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളിൽ പെട്ട 3 പേരാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ ഷജീർ അല്ലേ? ഷജീർ ഉണ്ട്, കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ട്. പിന്നെ ശ്രീജു ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൂര്യശ്രീ. അപ്പൊ ഈ 3 പേരുമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഷജീർ ഉണ്ട്, സൂര്യശ്രീ ഉണ്ട്, ഒപ്പം ശ്രീജു. നല്ലൊരു കൈയടി. ഒരു മുறை வந்து பாராயோ வாசலை நாடி வாராயோ தரிசனம் இன்று தாராயோ തോഹയിൽ ഏകം തീരായോ. നാഗവല്ലി, നിനക്ക് ഓർമ്മയുണ്ടോ? എന്താ? ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുമ്പോ നീ ബിക്കിനിയിലാണെന്ന്. ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി. ഞാനങ്ങ് വല്ലാണ്ടായി പോയി. രാമനാഥ, നമുക്ക് ഭൂമിയിൽ വെച്ച ഒന്നാവാൻ പറ്റിയില്ല. ഇവിടെ നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. അതോ, എനിക്കൊരു പരാതിയുണ്ട്. എന്താ? നീയല്ലേ ഈയിടെ കുറച്ച് എന്നോട് റൊമാൻറ്റിക് കുറവാണ്ടാ. റൊമാൻറ്റിക് കൂട്ടാൻ ഞാൻ നാഗവല്ലി അല്ലേ, അല്ലാതെ വേണു നാഗവല്ലി അല്ലല്ലോ. ഫസ്റ്റ് കോമഡി. നീ വേണു നാഗവല്ലി അല്ലെങ്കിലും ഒരു വള്ളി കേസാണ് നീ. അല്ലെങ്കിൽ ഇമ്മാതിരി ഡ്രസ് ഇട്ട് നിൽക്കൂടെ നീ ഇവിടെ? അയ്യോ, ഇതോ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പദ്ധതി? 16,000 നർത്തകിമാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ഡാൻസ് മെഗാ ഷോ. അത് ചെയ്തതിന്റെ പേരിൽ ഇപ്പൊ പലരും നീറി നടക്കാണ്. അവരെ നീറ്റല് കഴിഞ്ഞാ പോരെ നിന്റെ നീറ്റല്? എന്ത് നീറിയാലും കുഴപ്പമില്ല, എനിക്കൊന്ന് വൈറലാവണം. അല്ലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 16,000 പേര് വെച്ചുള്ള നൃത്തം അത് ഇവിടെ എവിടെ ചെയ്യാനാണ്? ശവക്കോട്ടം ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ. സ്പോൺസേഴ്സ് റെഡിയാണ്. അവരൊരു കോസ്റ്റ്യൂമിന് 350 രൂപ വെച്ച് നമുക്ക് തരും. അത് നമുക്കൊരു 1,500 രൂപയ്ക്ക് നമുക്ക് അവർക്ക് കൊടുക്കാം. അതിന്റെ കാര്യമൊന്നുമില്ല. നമ്മളിവിടെ മരിച്ച ഒരുപാട് ആത്മാക്കളില്ലേ, അവരെ വെള്ള സാരി കുടിപ്പിച്ചാ പോരടി. വെള്ള സാരി ഒന്നും കൊടുത്ത ഒരു കളർഫുൾ കിട്ടത്തില്ലെന്ന്. എല്ലാവരും ഇങ്ങനെ നിരന്ന് നിന്ന് ഒരു ബ്ലൂ കളർ ഡ്രസ്. എനിക്കും ബ്ലൂവാ ഇഷ്ടം. ആ ബ്ലൂ അല്ല, ഇത് ഡാർക്ക് ബ്ലൂ. ഞാൻ ബ്ലൂമി. എന്തായാലും കുഴപ്പമില്ല. ഈ പരിപാടി കഴിയുമ്പോ നീ നിന്റെ ചെവി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണേ. എന്ത് കാര്യത്തിന്? കേക്കോലോ, ഒരുപാട് കേക്കും. എന്ത് കേട്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കൊന്ന് ഫേമസ് ആവണം, ഒന്ന് വൈറലാവണം. പണ്ടില്ലേ ഞാൻ ആ തെക്കിനി പോയി നകുലനെ ഇങ്ങനെ വെട്ടി കൊന്ന സമയത്ത് എന്റെ പേര് ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആ പേര് ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞിട്ടുണ്ട്. അതെനിക്കൊന്ന് മാറ്റിയെടുക്കണം. നീ ഇപ്പൊ എന്താ പറഞ്ഞു? എന്തോന്ന്? അല്ല, ആരാണ്ട് വെട്ടി മുറിക്കിയ കാര്യം പറഞ്ഞില്ലേ? പണ്ട് ഞാൻ ആ ഗംഗയുടെ ശരീരത്തെ കയറിട്ട് ആ നകുലിനെ തെക്കിനിലിട്ട് വെട്ടി. എന്റെ ദൈവമേ, ഇവളിപ്പോഴും വിശ്വസിച്ച് നടക്കുകയാണ്. നീ പൊട്ടിയാണെങ്കിൽ പൊട്ടിയിട്ട് അഭിനയിക്കണം. ഈ ലോകത്തുള്ള സകല ആൾക്കാർക്കും അറിയാലോ കഥയൊക്കെ. എടി, നീ അന്ന് വെട്ടിയതേ നകുലനെ അല്ല, ഡമ്മിയാണ്. ഡമ്മി. പിന്നെ ഒന്ന് പോ അവിടുന്ന്. ഞാൻ വെട്ടിയത് നകുലനെ തന്നെയാ. കാരണം എന്താണെന്നറിയാമോ? ആ പെടയ്ക്കുന്ന നകുലൻ എന്റെ കൺമുന്നിൽ കിടക്കുന്ന ഞാൻ കണ്ടതാ. പെടയ്ക്കണ അയിലാന്നൊക്കെ കേട്ടിട്ടുണ്ട്, പെടയ്ക്കണ നകുലനാ ഞാൻ കണ്ടതാ. ഈ കണ്ടത് നകുലനെ തന്നെയാണ്. പക്ഷെ നീ നകുലിനെ വെട്ടാൻ വേണ്ടി പോണ സമയത്ത് നിന്റെ കയ്യിൽ ഒരു വാള് തന്നു. ആ സമയത്ത് ഒരു തീപ്പന്തം വന്ന, നിന്റെ കണ്ണിലേക്ക് ഒരു ഭസ്മം വന്ന. അങ്ങനെ ആ കണ്ണി പൊടി വീണ സമയത്ത് സണ്ണി വന്നു ഒരു ചക്രം കറക്കി. ആ ചക്രം കറങ്ങിയപ്പോ നകുലൻ താഴെയും ഡമ്മി മേളിലും വന്നു. ആ ഡമ്മിയാണ് നീ വെട്ടി മുറിക്കുക. ഞാൻ ഇങ്ങനെ ആഞ്ഞു വെട്ടുന്ന സമയത്ത് ഞാൻ കണ്ടതാ ചോര മാംസമൊക്കെ ഇങ്ങനെ തെറിക്കുന്നത്. എങ്ങനെ തെറിക്കാതിരിക്കും? 2.5 കിലോ ബീഫായിരുന്നു ആ പ്ലാസ്റ്റോ പാരിസ് ഡമ്മിയിലുണ്ടായിരുന്നു. അറിയാവാ, ഇങ്ങനെ വെട്ടിയപ്പോ ചോരയും ബീഫൊക്കെ വന്നോണ്ടിരിക്കും. നിനക്കൊരു കാര്യമോ? നിന്റെ ഈ കലാപരിപാടി കഴിഞ്ഞപ്പോ അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് നീ വെട്ടി നുറുക്കിയ ബീഫ് കാര്യമായിട്ട് കൊടുത്തറിയാമോ? ഞാൻ വിശ്വസിക്കത്തില്ല. രാമനാഥൻ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു. അപ്പൊ നിനക്ക് വിശ്വാസമില്ല? നീ ആ തളികെടുത്തേ. തളികെടുക്ക്, ഞാൻ പറഞ്ഞുതരാം. കണ്ടോട്ടാ. ഓം കുക്കുടു കുടു 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 ബടായി വാസു സ്വാഹ. ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് എന്നെ പറ്റിച്ചതാ. അവരെല്ലാരും പറ്റിച്ചതാ. സണ്ണി, യു ചീറ്റ്. നിങ്ങളല്ല, സണ്ണി ചീറ്റ്, ഗംഗ ചീറ്റ്, ആ പേരറിയാൻ വയ്യാത്ത മന്ത്രവാദി ചീറ്റ്, അങ്ങനെ ചീറ്റ്, ആ നകുലൻ ചീറ്റ്. എന്നെ കൂടെ പറയിപ്പിക്കരുത് കേട്ടോ. എന്തൊരു പന്ന പരിപാടി അവര് കാണിച്ചത്. ഞാൻ അവർക്ക് കൊടുത്ത വാക്ക് പാലിച്ച് ദേഹത്തൊന്ന് പോവെന്ന് പറഞ്ഞു. ഞാൻ പോയി. മനുഷ്യരൊക്കെ എന്തൊരു ആൾക്കാരായത്. മനുഷ്യന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂലടി. ഗംഗ പോട്ടെ, മന്ത്രവാദിയും പോട്ടെ, നകുലനും പോട്ടെ, ആ സണ്ണി അവൻ വിവരവും വിദ്യാഭ്യാസം ഉള്ളവനല്ലേ. എന്റെ അടുത്ത് അവൻ ഇങ്ങനത്തെ പരിപാടി കാണിക്കാൻ പോലും. എനിക്കറിയത്തില്ലായിരുന്നു. എല്ലാവരോടും എന്നെ പറ്റിച്ചതാ. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആ ഡാൻസ് ക്ലാസ്സിൽ ചെന്നപ്പോ ഇവളുമാരൊക്കെ മാറി നിന്ന് പറയുവാ, ഡമ്മിയെ വെട്ടിയ ചമ്മിയ നാഗവല്ലി.
അതെ, ഈ വള്ളം തുഴഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എടി, നിനക്ക് ഈ നകുലന്റെ ഉറക്കത്തിന്റെ ആഴം അളക്കാൻ അറിയാം. ആരും കാണാതെ പോയിട്ട് ക്ലോക്ക് പൊട്ടിക്കാൻ അറിയാം. സാരി തുമ്പിന് തീ കൊടുക്കാൻ അറിയാം. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നിന്റെ മുമ്പിൽ കിടന്നത് ഡമ്മി എന്നറിയാൻ പറ്റില്ല നിനക്ക്? എനിക്ക് പ്രതികാരം ചെയ്യണം, എനിക്ക് പ്രതികാരം ചെയ്യണം. നിനക്ക് അങ്ങനെ പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ആ ഗംഗയുടെ മേത്ത് ഒന്നുകൂടെ പോയി കേറ്. അവളിപ്പോ ഇവിടെ ഇല്ല, നമ്മള് ദുബായി പോയെന്ന്. എനിക്കാണ് പാസ്പോർട്ടും ഇല്ല. വിടമാട്ടെ, ഞാൻ വിടമാട്ടെ, ഞാൻ ഒരുത്തരെയും വിടമാട്ടെ. നീ ഇപ്പോഴീ മാട്ടയം പറഞ്ഞ് നടക്കാണ്. നീ എന്നാണ് നീ പ്രൊഫഷണൽ? എനിക്ക് പ്രതികാരം ചെയ്യണം. നിനക്ക് അങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റൂല. നീ ഇപ്പോഴും തെക്കിനി കിടക്കല്ല. നിനക്ക് ഭൂമിയിൽ നിന്ന് മോക്ഷം കിട്ടിയപ്പോ പരലോകത്ത് കിടക്കാണ്. അതുകൊണ്ട് നിനക്ക് ശക്തിയില്ല. അപ്പൊ എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റത്തില്ല. വേണ്ട, എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഇവിടെ പറന്നെത്തും. ഞാൻ അവനെ വിളിച്ചോളാം. ഏത് മന്ത്രച്ചാരടും പൊട്ടിച്ചെറിഞ്ഞ് ഏത് ശത്രുവിനെ സംഹരിക്കുന്ന ഒരുത്തൻ ഇവിടെ വരും. കാഞ്ചന! കാഞ്ചന വരുന്നു. പട്ടി ഊരിയിടുന്ന കണ്ട? കാഞ്ചന വരുന്ന പട്ടി ഊരിയിടുന്നത്? പട്ടി ഊരിയിടുന്നതല്ല, പട്ടി ഓരിയിടുന്നത്. கொண்டவானின் உயிர் காக்க தன்னுயிரை விட்டவளே, குலப்பெண்ணாய் பிறந்து எங்கள் குலதெய்வமானவளே. கண்ணழகி, கலையான பெண்ணழகி, கனல் வீசும் காட்டழகி, இமையாளும் செண்பகமே, அரை வட்ட பொட்டழகி, அலங்கார பொட்டழகி, அனையான பேரழகி, உலகாலும் செண்பகமே, இருந்தாலும் இருக்கின்றாய் மண்ணோடு பெண்ணோடு நெஞ்சோடு அன்போடு டம்பா 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 டம்பா. കാഞ്ചന ഒരു സൈഡ് ആമ്പിളെ, ഇന്നൊന്ന് പെമ്പിളെ. ഇത് ആരാന്നാ പറഞ്ഞത്? ഇത് കാഞ്ചന. ഇത് കാഞ്ചനല്ല, ഇത് ഏതാണ്ട് കഞ്ചാവാണ് അവൻ. ചെല്ലോ, ഏ കണ്ണ്, രാസത്തി, ഈ അഴക് മുത്ത്. അയ്യോ അടടടടടാ, ஏண்டி மூஞ்சி இப்படி இருக்கே? നകുലം പറ്റിച്ച്, അതാണ് മൂഞ്ചി ഇങ്ങനെ. யாருடி இவன்? யாரு? ഇത് രാമനാഥൻ, പെരിയ ഡാൻസർ. ഓ, എന്നെ മേലെ പെരിയ ഡാൻസറാ നീ? എന്താണ് വില വിശ്വാസക്കുറവുണ്ടാ? ഉണ്ട്. ഞാനും ഇവളും കൂടി കളിച്ച ഡാൻസ് കണ്ട വേൾഡ് വൈഡിൽ ഇങ്ങനെ ഇപ്പോഴും എവർഗ്രീൻ ഹിറ്റ് ആയിട്ടിരിക്കാൻ അറിയാവാ? ഓടാ പൊയ്സല്ലാതെ. ഒരു മുളയും രണ്ട് ടാർപ്പായും. ഒരു മുളയും രണ്ട് ടാർപ്പായവാ. ഒരു മുறை വന്ന് പാർത്തായ. അതെ, ഞാൻ എന്റെ ഡാൻസ് ക്ലാസിന്റെ പേര് പറഞ്ഞു. ഒരു മുളയും രണ്ട് ടാർപ്പായും കൊണ്ടാണ് ഞാൻ ആ തോം തോം ഡാൻസ് ക്ലാസ് നടത്തണം, അറിയാവോ? നിന്റെ ഡാൻസ് പാത്ത് എൻ വാഴ്ക്കയെ കെട്ടുപോച്ച്. മാറിയടി എന്നാണ് നോക്കത്. എന്തുവാ? അത് വരുന്ന വണ്ടി എവിടെയാണ്? ആ വണ്ടി നോക്കിക്ക് പോയിട്ട്. എന്തുവാന്ന്? അവന്റെ വാഴക്ക കെട്ട് പോയെന്ന് പറഞ്ഞു. കടവുളേ, കട ഉണ്ടല്ലേ? എനിക്കും കടയുള്ളൂ. കൊടുക്കടി. എന്തോന്ന്? അടയും കപ്പി. എതുക്കടി എതുക്കടി എടുക്കടി എടുക്കടി എടുക്ക്. തമിഴ് അറിയത്തില്ല, മിണ്ടരുത് കേട്ടോ. അതെ, പുള്ളിക്കാരന് തമിഴ് വലിയ വിഷയമില്ല, മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അത് പരവായില്ല. അത് പറവല്ല, ഞങ്ങൾ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന മയിലാണ്. അതെന്തെങ്കിലും മയിലായിക്കൊണ്ട് പോട്ട്. മലയാളം അറിയാം, മലയാളം അറിയാം, എനിക്ക് മലയാളം തെരിയും. ഇപ്പൊ മനസ്സിലായോ? ശരി കണ്ണേ, ഉങ്ക പ്രശ്നം എന്നടി? ഏമാത്തിട്ടണ്ണാ, ഏമാത്തിട്ട്. അതെ, പത്തനംതിട്ട ഇലവന്തിട്ട എനിക്കറിയാം. ഈ ഏമാത്തിട്ട് എവിടെയാണത്? നീ മലയാളത്തിൽ പറഞ്ഞാ മതി, മലയാളത്തിൽ പറ. കുറച്ച് നാൾ മുമ്പ് ഞാൻ ആ ഗംഗയെന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ ദേഹത്ത് കയറി തെക്കിനി പോയില്ലേ? അവിടെ ഞാനൊരു നഗലിനെ വെട്ടിക്കൊന്നില്ലേ? ഇപ്പൊ നാട്ടുകാർ പറയുക ഞാൻ കൊന്നത് ഡമ്മിയാണെന്ന്. നമ്മുടെ കുടുംബത്തിന്റെ മോദി അതിനെ എങ്ങനെ നോക്കും? ഇത് കൊള്ളാട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഭൂമിയിലെ താരാട്ട് പാട്ട് പാടി കൊടുക്കണ വ്യക്തിനെ കാണുന്നത്. ഈ താരാട്ട് പാടുന്നല്ലോ, മാസ്റ്റർ പീസ് സാധനം അത്. സംഭവം ഈ പാട്ടിന് റൈറ്റ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ പാടണം. உனக்கு என்னடி வேணும்? എനിക്ക് നകുലനെ കൊല്ലണം. കണ്ടിപ്പാ കണ്ടിപ്പാ ഞാൻ പിടിച്ചു കൊടുക്കരടി, കണ്ടിപ്പാ കൊണ്ടുവരുവേ. കണ്ടിച്ചോണ്ട് വരുമ്പോ ഒരു വലിയ പീസ് കൊണ്ടുവരും എനിക്ക്. അതെ, രണ്ടുപേരും ഇങ്ങനെ കണ്ടിച്ച് ഞാനായിട്ട്. അത് ക്രിസ്മസ് കേക്ക് അല്ല, നകുലൻ. രണ്ടും കൂടെ ചേരും കേട്ടോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, രണ്ടും കൂടെ ചേരും. ഡേ, അവനോട് അഡ്രസ് ചൊല്ലടി. നകുലൻ, മാടമ്പള്ളി തറവാട്, തെക്കിനി പിയോ, ആലപ്പുഴ. ഡേ നകുല, ഞാൻ വന്നിട്ടേണ്ട. കാഞ്ചന പകുതി ആമ്പിളെ, ഇന്നൊരു പാതി പൊമ്പുളെ. കാഞ്ചന അവൻ ഏതാണ്ട് കൊല വെട്ടാൻ വേണ്ടി പോണ പോലെ അറിയാൻ പറഞ്ഞു. എന്താ കാണിക്കാൻ വേണ്ടി പോകണം? അവൻ എന്തോ കാര്യത്തിന് നിങ്ങൾ അവനെ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ മിണ്ടാതിരുന്നോണം കേട്ടോ. സംഭവമൊക്കെ ഓക്കെ, നിനക്ക് വേണ്ടിട്ടാണ് അവൻ പോണൊക്കെ ഓക്കെ. പക്ഷെ അവൻ എന്താണ് വന്നപ്പോ എന്റെ തോളി തട്ടത്? അയ്യോ, അവൻ എന്റെ തമിഴിലെ ബെസ്റ്റിയാ. അപ്പൊ ഞാനാരാ? നിങ്ങൾ
കേരളത്തിലെ ബെസ്റ്റ്. അപ്പൊ അവൻ തമിഴിലെ ബെസ്റ്റ്, ഞാൻ കേരളത്തിലെ ബെസ്റ്റ്. ഇനി ബോംബെന്ന് ഏതെങ്കിലും ബെസ്റ്റ് വരും? എനിക്ക് തെലുങ്കിലും കന്നഡയിലും ബോംബെയിലും ഒക്കെ ബെസ്റ്റ് ഉണ്ട്. അപ്പൊ നീ നാഗവല്ലി അല്ല, നരകവല്ലി. നഗരവല്ലിന്ന്, അതായത് കണ്ട നഗരത്തൊക്കെ പോയിട്ട് ബെസ്റ്റ് ഉണ്ടാക്കണം. നീ നഗരവല്ലിയാണ്, നഗരവല്ലി. മിണ്ടരുത് എന്റെ അടുത്ത്, ഇനി മിണ്ടരുത് പോ. നാഗു പിണങ്ങി പോയാ? നാക്ക് പിണഞ്ഞിരിക്കും തോന്നുന്നു. നാക്ക് പിണഞ്ഞിരിക്കുന്നല്ല, നാഗു പിണങ്ങി പോയതാണെന്ന്. കണക്കുവാ. ഇവളെ പിണക്കണത് ശരിയല്ല. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തുവാ? നാഗവല്ലി പിണങ്ങിയിരിക്കുന്ന മുഖം കാണാൻ കൊള്ളൂല. പിണങ്ങിയിരുന്നു, അതാ നല്ലത്. പിണങ്ങിയിരിക്കുന്നതാണ് നല്ലത്. നീ നിന്റെ കാഞ്ചന വെട്ടിട്ട് വരുവാടി അവനെ. അവനിപ്പോ വെട്ടി തുണ്ടം തുണ്ടാക്കിയിട്ട് തിരിച്ചു വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ നകുലിനെ വെട്ടിവിട്ടാണ് നീ കാഞ്ചന വിളിച്ചു കൊടുത്തത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്നോട് പറഞ്ഞിരുന്നു കണ്ടല്ല, ഞാൻ പോയി വെട്ടി തുണ്ടാക്കി വന്നിരുന്നല്ല. അയ്യോ പിന്നെ മാർക്കോ സിനിമയ്ക്കകത്ത് വയലൻസ് സീൻ കണ്ടിട്ട് ഇരുന്നിടത്തുനിന്ന് ഇരുന്ന് ഇങ്ങനെ ഉരുകിയ മനുഷ്യനെ ഇപ്പൊ അയാളെ വെട്ടാൻ വേണ്ടി പോകുന്നത്. അയ്യോ 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 എന്ത്? എന്നെ ഒന്ന് എവിടെയെങ്കിലും പിടിച്ചിരുത്ത്. അടിയ വഴി. എന്ത് പറ്റിയ ഒന്നും പറയണ്ട. നാഗവല്ലി, നീ തന്ന അഡ്രസ് പ്രകാരം മാടമ്പള്ളി തറവാട്ടിൽ ഞാൻ പോയി. ഈ പറഞ്ഞ നകുലനോ ഗംഗയോ ആരും അവിടെ ഇല്ല. ഹൈവേരെ പണിക്ക് വന്ന ബംഗാളിയൊക്കെ വാടകയ്ക്ക് കൊടുത്തേക്ക്. ഞാൻ അവിടെ കയറി ചെന്ന് മാസ് കാണിച്ച് വാതിൽ അങ്ങോട്ട് ചവിട്ടി തുറന്നതും 10-200 ബംഗാളികൾ നീ എന്നാ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കിയ കട്ടിലില്ലേ, അത് 4 വെട്ടിക്കീറി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചോദിച്ചാ ഒരാൾ പെട്ടെന്നൊക്കെ ചെന്ന് കയറുമ്പോ ചപ്പാത്തി എടുക്കാൻ അവരെ കാണൂലല്ലോ. ഇവിടെ നടന്ന ആൾക്കാരൊക്കെ എന്തിനു ചോദിക്കാൻ പാടില്ലായിരുന്ന? ചവിട്ടി തുറന്നതും പിറകെ ആ കഥവിന്റെ പിറകെ യുവമാരുണ്ടാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിന്റെ കറി ഇങ്ങ് മറിഞ്ഞു വീണ് ഞങ്ങളോ ദേശീയ ഭക്ഷണം തട്ടിമറിച്ചോടാന്നും കേട്ട് ചപ്പാത്തിക്കല്ലിന് ഒരൊറ്റ അടി. അപ്പൊ തന്നെ നിങ്ങൾ കാഞ്ചരിയാന്ന് പറഞ്ഞുകൂടായിരുന്നോ? കഞ്ചാവ് അടിച്ചിരിക്കണവന്മാർക്ക് എന്തോന്ന് കാഞ്ചന കാഞ്ചന. ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് അവന്മാരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പാതി ആമ്പിളേന്നോ പെമ്പിളേന്നോ വ്യത്യാസവും ഇല്ല, ഒറ്റ നെറുപ്പിന് അങ്ങ് ഇടിച്ചു. അവസാനം ആൾക്ക് 5 ഇഞ്ച് ചപ്പാത്തി വെച്ച് ചുട്ടുകൊടുത്ത് കിഴങ്ങേറിയും വച്ചു കൊടുത്തതിന് ശേഷം ഹെഡ്സെറ്റ് പാട്ടും വെച്ച് കൊടുത്തിട്ടാ ഞാൻ വന്നത്. ഇറങ്ങി വരുമ്പോ ഉണ്ടല്ലോ നിന്നെ മറ്റേ നകുലം തേച്ച ചക്കറോ ഇല്ലേ, അതവിടെ കിടക്കുന്നു. ഭാഗ്യത്തിനവന്മാരെ കണ്ണി കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ കമ്പി കയറ്റി എന്നെ തന്തൂരി എന്റെ പൊന്നു നാഗവല്ലി, കാഞ്ചനയുടെ വേണം ഒരു നടി നിന്റെ ഈ വഞ്ചന. അപ്പൊ എന്റെ ഒരു പ്രതികാരം സത്യം പറയണം, നിനക്ക് നകുലന്റെ അടുത്താണ് എന്റെ അടുത്താണ് പകുതി ആമ്പിള് പകുതി പൊമ്പിള്. ഷജീർ, ശ്രീജു, സൂര്യശ്രീ, നല്ല സ്കിറ്റായിരുന്നു. ഒരുപാട് എല്ലാവരും ചിരിച്ചു, ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പൊ കമന്റ്സിൽ ഇതൊക്കെ എങ്ങനെ വരും, നിങ്ങളുടെ മാർക്സിൽ ഇതൊക്കെ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പുറകെ കാണാം. ഓക്കെ, നമുക്ക് ആദ്യം കമന്റ്സിലോട്ട് പോയാലോ? ഓക്കെ, നസീർക്ക. നമ്മളെ ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ കണ്ട് ഒത്തിരി ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് ചെയ്തു പോയ ഒരു സാധനമാണ്. പക്ഷെ അതിൻ്റെ ഒരു റൂട്ടും പിടിക്കാതെ അതിൻ്റെ ക്യാരക്ടറുകൾ മേളിൽ ചെന്നിട്ട് അവിടെയുള്ളൊരു സെറ്റപ്പ്. സ്ക്രിപ്റ്റ് ആരാണ്, അതാണ് ആദ്യം അറിയേണ്ടത്. ഇതിന്റെ ഐഡിയ ആരാണ്? ഐഡിയ ആരുടെയാണ്? ശശാങ്കനാണ്. ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തു. ശശാങ്കനാണ് ഐഡിയ തന്നത്. ഓക്കെ, ശശാങ്കൻ ആദ്യം നല്ലൊരു ഐഡിയ. ഉഗ്രം സ്ക്രിപ്റ്റ് കേട്ടോ. നിങ്ങളത് എത്രത്തോളം മനോഹരമാക്കാവോ അത്രത്തോളം മനോഹരമാക്കി. ഇതിനിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാര്യം ഞങ്ങൾ പറയുന്നതിലുപരി ആ ഇരിക്കുന്ന ഓഡിയൻസാണ് നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. മുമ്പോട്ട് പോകുന്ന ദിവസങ്ങളിലും ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ത്രെഡുകളെ, വെറൈറ്റി ആയിട്ടുള്ള കൗണ്ടറുകളെ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല രസമുള്ള സ്കിറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പൊടിപൂരം അടിപൊളിയായിരുന്നു. നമ്മളൊരു പ്രൊഫഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നിങ്ങൾ 3 പേരോട് കാണിച്ചു കൊടുത്തു. നിങ്ങൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തു, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. അതിൻ്റെ എല്ലാം ഗുണം ഇതിനകത്തുണ്ടായിരുന്നു. എല്ലായിടത്തും ഹ്യൂമർ ചെയ്ത് പെർഫെക്റ്റായിട്ട് കൊണ്ടുവന്നു. പിന്നെ നമുക്ക് അടുത്തൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്നത്. ശ്രീ തിരിച്ചു വരുന്നത്. അപ്പം ഞാൻ വെച്ചിന് വേറെ ആരെങ്കിലും ആയിരിക്കും, പിന്നെ അകലിനോ ആരെങ്കിലും ആയിരിക്കും ഒരു പീഡിപ്പിച്ച് പറയാൻ വേണ്ടി വരികയായിരുന്നു. പക്ഷെ അവിടെ നിങ്ങൾ ഞെട്ടിച്ചു. അവിടെയാണ് പറഞ്ഞത്, അവിടെ നിന്നാണ് ഒരു ഹൈപ്പ്. കാര്യം അവിടെ നിന്ന് ശ്രീജു പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ കയറിപ്പോയി. കാര്യം നീ എന്ന് പറഞ്ഞ കൊട്ടാരമില്ലേ, അവിടെ ചെന്നപ്പോ ബംഗാളികളാണ്. എത്രയും വലിയ ബംഗാളിയൊക്കെ വാടകയ്ക്ക് കൊടുത്താന്ന് പറഞ്ഞ ചിന്ത. അവിടെ തൊട്ട് ശ്രീജു പറഞ്ഞ ഓരോ കൗണ്ടറിനും ഇതിന്റെ പഞ്ച് കൂട്ടുമായിരുന്നു.
ഒരുപാട് നല്ല ഫ്യൂച്ചറുള്ള ടീമാണ് നിങ്ങൾ 3 പേര്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സ്കിറ്റുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ അത്ഭുതപ്പെട്ടത് ഇങ്ങനെ സീരിയസ് മാറ്ററുടെ ഇത്രയും ഹ്യൂമർ കൊണ്ടുവരാൻ നിങ്ങൾ കാണിച്ച ഒരു മനസ്സിന് പ്രത്യേകം ഒരു വലിയ കൈഡിയാണ്. താങ്ക് യു. ഷജീർ, ശ്രീജു, സൂര്യശ്രീ, ഉഗ്രൻ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴിന്റെ പല വേർഷൻസും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര മാരകമായ ഒരു വേർഷൻ കേട്ടോ. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടുപിടുത്തം, അത് ശശാങ്കൻ ആദ്യം കൈയ്യടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവനത് ഡിസേർവ്ഡ് ആണ്. അവൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാര്യം ഇതേപോലൊരു കാര്യം നമ്മൾ അതിനുശേഷം പല കാര്യങ്ങളും മണിച്ചിത്രത്താഴ് ബേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നാഗവല്ലി ഇത് കഴിഞ്ഞ് എന്തായിരിക്കും നാഗവല്ലിയുടെ ഒരു മനസ്സ്, നാഗവല്ലി ഇത് അറിയുമ്പം എന്തായിരിക്കും അവരുടെ ഒരു ഫീലെന്ന് പറഞ്ഞ് അവനത് മനസ്സിൽ കണ്ടു എന്ന് പറയുന്നത് ഒരു റൈറ്ററുടെ ഒരു ഭയങ്കര ബ്രില്യൻസാണ്. അതിന് ശശാങ്കൻ ഒരു ഉഗ്രം കൈയ്യടി കൊടുക്കണം. ഞാൻ ഷജീറിയും തുടങ്ങുകയാണ്. ഷജീറെ മോനെ നീ കലക്കനായിരുന്നു. കാരണം സാധാരണ ഷജീറിന് മൊത്തത്തിലൊരു വെപ്രാളവും ഒരു കാര്യങ്ങളും സ്പീഡ്, ചില കാര്യങ്ങൾ ലെജിബിൾ ആവില്ലാത്ത പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഈ കോസ്റ്റ്യൂമിൽ ആ ക്യാരക്ടറായിട്ട് ഷജീർ മനോഹരമായിട്ട് ഷജീർ ചെയ്തു. നന്നായിരുന്നു കേട്ടോ. സൂര്യശ്രീ ഇന്നത്തെ ഈ സ്കിറ്റിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വേറൊരു സൂര്യശ്രീയാണ് കണ്ടത്. മനോഹരമായിരുന്നു. അതായത് പ്രജോദ് പറഞ്ഞതുപോലെ എന്താണ് പ്രൊഫഷണലിസത്തിൻ്റെ ഒരു ക്ലാസ് ആയിരുന്നു, ഒരു നല്ല ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. ശ്രീജു മോനെ ചക്കരെ, കാര്യം നമ്മളത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന ഈ സ്റ്റേജിൽ നിന്ന് ഒരുപാട് താരങ്ങൾ ഇതിനോടകം തന്നെ ഉടലെടുത്ത് കഴിഞ്ഞു. എടുത്തു പറയുന്ന നമ്മുടെ പത്തനംതിട്ട ടീം, നമ്മുടെ 3 പേര്, അതുപോലെ തന്നെ നമ്മുടെ സൂര്യശ്രീ, ഒരുപാട് കടക്കാവൂർ, ശ്യാം കടക്കാവൂർ, എടുത്തു പറയാൻ അവരോടൊപ്പം നിർത്താവുന്ന ഏത് ക്യാരക്ടറും കൊടുക്കാവുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കലാകാരനാണ് ശ്രീജു എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും. ശ്രീജു ഒരു ഉഗ്രൻ കലാകാരനാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പറഞ്ഞോളിയാ ഒന്ന് പറഞ്ഞെന്ന് കയറുവാണ്. പറഞ്ഞോളിയാ ഇതിനെ കുറിച്ച് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഇതുപോലുള്ള കിടിലം ആർട്ടിസ്റ്റുകളെ സംഭാവന ചെയ്തൊരു പ്രോഗ്രാം ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം. അഭിമാനിക്കാവുന്ന അല്ല, അതിലുപരി ശ്രീജുവിനെക്കാളും നല്ല വൃത്തിയുള്ളൊരു ഫീമെയിൽ കേട്ടോ. നല്ല രസമുള്ളൊരു ഫീമെയിൽ. കാര്യം നമ്മളിവിടെ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ടാ ഫീമെയിൽ. പക്ഷെ നിനക്ക് ചേരും, നിന്റെ മുഖത്തിനൊരു ഐശ്വര്യമുണ്ട്. അത് എടുത്തു പറയാനുള്ള കാര്യം. നീ കുറെ നേരമായിട്ട് പുറകെ നടക്കുന്നത്, നീയാണ് പുറകെ നടന്നത്. ഇനി ഇതിലും ഗംഭീര തമാശകളുമായിട്ട്, ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് ഇനി വരാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു കൈഡ് കൊടുക്കാം 3 പേർക്കും. അപ്പോൾ എന്തായാലും മാർക്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. കഴിഞ്ഞ 2 നിങ്ങളുടെ പഞ്ചായിരുന്നു അല്ലേ? എന്റെ സിൽവർ പഞ്ചായത്ത്, 2 സിൽവർ പഞ്ചായത്ത്. ഞാൻ ഷജീർ കഴിഞ്ഞ ഇത് വന്നിട്ട് കഴിഞ്ഞ സ്കിറ്റ്. അല്ല, സൂര്യശ്രീ അതിന് മേലിൽ കുറെ, സൂര്യശ്രീ അതിന് മുൻപ് 6ാമത്തെ 6 ഒക്കെ അടിച്ചിട്ടുണ്ട്, ഇതിനോട് 5 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിൽവർ പഞ്ചായിരിക്കുമോ? എന്താണ് എന്തെങ്കിലും പ്രതീക്ഷ, അങ്ങനെ എന്തെങ്കിലും? ഷജീറിന് എന്താണ് തോന്നുന്നത്? അറിയൂല. എന്തായാലും നല്ലൊരു ഷജീർ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ ആൾക്കാർ എന്ത് പറഞ്ഞു? ഷജീർ ആത്മാർത്ഥത്തോടുള്ളിൽ നിന്ന് കരഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡ് ടെലികാസ്റ്റ് കഴിഞ്ഞല്ല പറഞ്ഞത്, ചിരിപ്പിച്ചതിനെ കുറിച്ചല്ല പറഞ്ഞത്, കരഞ്ഞതിനെ കുറിച്ച്. എന്തിനായിരുന്നു കരഞ്ഞത്? ഞാനും ആ കണ്ടു. ഇപ്പൊ ഞാനും വിചാരിച്ചു നീ എന്തിനാ കരയുന്നതെന്ന്. അതെന്തോ കയ്യിന്ന് പല സാധനങ്ങൾ ഇങ്ങനെ പോണ പോലെ. കയ്യിന്ന് ഒരിക്കലും പോകരുത് മോനെ, പോയി തുടങ്ങി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മാസ്റ്ററോട്ട് പോയാലോ? കിടക്കാം. അപ്പം നമ്മുടെ ചാച്ചനായ നമ്മുടെ നസീർ ചാച്ചൻ തന്നെ. ചാച്ചൻ മുതിർന്ന ആളാണല്ലോ. ചാച്ചൻ പറ. ഞാൻ ഒരു 13,000 രൂപ കൊടുക്കുക. 13,000 രൂപയാണ് ആദ്യം നസീർക്ക് തന്നിട്ടുള്ളത്. ഞാനും ഒട്ടും കുറയ്ക്കുന്നില്ല. ഞാനൊരു 14,000 രൂപ നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, ഇനിയിപ്പോൾ തരാനുള്ളത് 27 അല്ലേ? അപ്പോൾ എന്തായാലും കൊടുക്കും. ഞാനൊരു ഗൂഗിൾ പേ കൊടുക്കുന്നു. എന്തായാലും നന്നായി വരട്ടെ. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് ഇതാ ഗൂഗിൾ പേ അവിടെ വരും. ചരിത്രത്തിൽ ഏറ്റവും ക്യാഷ് വാങ്ങിയിരിക്കുന്ന കോമഡി കോമഡിക്കാരൊക്കെ കൂടി നാട്ടിലെങ്ങും ഈ കോമഡി പാട്ടായി പോയാകെ കൂടി. ചിരിയുടെ പുതുമയോടെ തകിട താളമോടെ അതിനുള്ളൊരു കുറവയോടെ ചിരിപടരണ മേളമോടെ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഇത് ഐറ്റം വേറെ
എന്ന ഈ പ്രോഗ്രാമിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഏറ്റവും വലിയ പ്രൈസാണ്. ഇതുവരെയുള്ള നിമിഷങ്ങളിൽ ഏറ്റവും വലിയ പ്രൈസാണ് നമ്മുടെ ഷജീറും നമ്മുടെ ശ്രീജുവും നമ്മുടെ സൂര്യശ്രീയും ചേർന്ന് നേടിയിട്ടുള്ളത്. 1,20,000 രൂപ. ഷാജോണേ, അതിന് വേറൊരു ക്ലൈമാക്സ് കൂടിയുണ്ട്. നമ്മുടെ നാഗവല്ലി എന്ത് ചെയ്യുന്നു ന്യൂ ജനറേഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാഗവല്ലിയെ നമ്മൾ എന്താണ് നാഗവല്ലിയുടെ പ്രശ്നങ്ങൾ നമ്മൾ ഈ സ്കിറ്റിൽ തുറന്നു കാണിച്ചു ഗംഭീരമായിട്ട് കളിച്ചു എന്നുള്ളതാണ്. ഷജീറേ പറയൂ, ഇത് കരഞ്ഞ് കണ്ണ് കലങ്ങി നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും നീ കരഞ്ഞായിരുന്നു. അതിന്റെ ഒരു കരച്ചിലായിരുന്നു. ഇപ്പൊ കരഞ്ഞതിന്റെ കാര്യം എന്താന്ന് പറ. നീ ഫ്ലോറിൽ കരയൂല, ചിരിച്ചു തന്നെ നിൽക്കുന്നു പറഞ്ഞ ഇപ്പൊ സന്തോഷം കൊണ്ട് കരയണം. ഒരു റീഎൻട്രി, ആ റീഎൻട്രി പിന്നെ അടുത്തത് അതിന് മേളിൽ കയറി കളിക്കാൻ പറ്റിയത് ദൈവത്തിന് നന്ദി. തീർച്ചയായിട്ടും അത് ഷജീറിന്റെ കഷ്ടപ്പാടാണ്. ഈ പറഞ്ഞത് ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. ശ്രീജു മോനെ പറയണം. ഒരുപാട് സന്തോഷം. എനിക്ക് ഇത് എന്റെ ഹാട്രിക് പഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തത് 75, ഇപ്പൊ കഴിഞ്ഞ ഷെഡ്യൂൾ 80, ഇപ്പൊ 1,20,000. എനിക്ക് ഹാട്രിക് ആണ്. വെറും 1,20,000 അല്ല, ഇതുവരെയുള്ള ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം. പിന്നെ എന്റെ ടീം, ഇവർ രണ്ടുപേരും എന്റെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാർ. ഒരു കാര്യം ഷാജോണെ, എന്തോ ഇവൻ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അതായത് പുതിയ പുതിയ കണ്ടന്റുകൾ തപ്പിയെടുക്കാൻ വേണ്ടി ഒത്തിരി ഇവൻ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു കാര്യം കൂടെ, ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി മീശയൊക്കെ എടുത്ത് വളരെ കൂളായിട്ട് നമുക്ക് ചെയ്യണം. പിന്നെ ഞാനൊക്കെ എത്ര കാലം കൊണ്ട് മീശ ഇല്ലാതെ മീശ വരത്തില്ലല്ലോ, ഇനി വരികയല്ല, അത് പോയി. ശ്രീജു ഇതിനു മുമ്പ് ദുബായിലായിരുന്നല്ലോ. എവിടെയായിരുന്നു? ഗൾഫിലായിരുന്നു? സൗദിയിലായിരുന്നു. സൗദിയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനുണ്ടായ കാര്യം എന്താണ്, അല്ലെങ്കിൽ അവിടെ നടന്നത് എന്താണ്, അത് നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്നെ എൻ്റെ ഒരു സുഹൃത്താണ് കൊണ്ടുപോയത്. ഓക്കെ. അവിടെ കൊണ്ടുപോയി 9 മാസം ഞാനവിടെ ഡ്രൈവർ വിസയിൽ ജോലി ചെയ്ത ആളാണ്. ഡ്രൈവർ വിസയിൽ ജോലി ചെയ്യുന്ന സമയത്ത് 9 മാസത്തിനകത്ത് ആകെ അയച്ചിട്ടുള്ള 22,000 രൂപ മാത്രം എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഒരു ദിവസം രാവിലെ, അതായത് ഓണത്തിന് ഇവിടുത്തെ സെപ്റ്റംബർ 15 തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ റൂമിൽ തന്നെയാണ്. സെപ്റ്റംബർ 21 തീയതി അപ്പോൾ എൻ്റെ വണ്ടി ശരിയായെന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി എടുക്കാനായിട്ട് പോകും. അപ്പോൾ ഇവൻ എൻ്റെ കൂടെ റൂമിലുണ്ട്. അപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു, എന്നെ ഇച്ചിരി വർക്ക്ഷോപ്പ് ആക്കി തരാമെന്ന് പറയുമ്പോൾ ആക്കിത്തരാൻ എന്താ വർക്ക്ഷോപ്പ്, അത് വണ്ടിക്കകത്തിരിക്കുന്ന എൻ്റെ പേഴ്സും മൊബൈലും ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വണ്ടി അൺലോക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചുറ്റും 2 വണ്ടി വന്ന് വളഞ്ഞിട്ട് തോക്കൊക്കെ ചൂണ്ടി എന്നെ പിടിച്ചോണ്ട് CID-കളായിരുന്നു. എനിക്കപ്പോൾ സംഭവം ഒന്നും അറിയില്ല. 38 മണിക്കൂർ അവരെന്നെ ചോദ്യം ചെയ്തു. അവസാനമാണ് ഞാൻ അറിഞ്ഞത് കൊലപാതകത്തിനാണ് പിടിച്ചോണ്ട് പോയത്. അതപ്പോ എന്തായിരുന്നു കേസ്? അത് എന്നെ കൊണ്ടുപോയില്ലേ, അവൻ ഇതുപോലെ അവിടെ ഒരു ചെറിയ ക്രൈമിൽ അകപ്പെട്ടു. അയാളാണ് കാര്യം. എൻ്റെ പേര് ശ്രീജു മോഹൻ എന്ന, അവന്റെ പേര് ശ്രീജിത്ത് മോഹൻ എന്ന. ഇക്കാമയില് അവന്റെ അച്ഛന്റെ പേര് മോഹൻ എന്നും എൻ്റെ അച്ഛന്റെ പേര് വിജയമോഹൻ. അവന്റെ അമ്മയുടെ പേര് അംബിക, എൻ്റെ അമ്മയുടെ പേര് അംബിക. ഇക്കാമ കാണിച്ചു, എൻ്റെ ഇക്കാമ ജസ്റ്റ് നോക്കി വെരിഫൈ ചെയ്ത് എന്നെ കൊണ്ടുപോയി. അവസാനം ഞാൻ അവിടുന്ന് റിലീസായ അടുത്ത സെക്കൻഡിൽ ഞാൻ നാട്ടിലോട്ട് വന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ സമയത്താണ് ദൈവമായിട്ട് എനിക്ക്. എത്ര നാളായിരുന്നു സെല്ലില്? ഇല്ല, 38 മണിക്കൂർ. 38 മണിക്കൂർ ജയിലിൽ നന്നായിട്ട് അടിയൊക്കെ കിട്ടി. അടി ശരിക്കും ഉപദ്രവിച്ചു. ആഹാരമില്ല, വെള്ളമില്ല, വല്ലാത്തൊരു എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇവിടെ നിൽക്കും. അത് തീർച്ചയായിട്ടും ഭാഗ്യം തന്നെയാണ്. അല്ലെങ്കിൽ പറയുന്നത് പോലെ അതേപോലെ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുക, അതിനുശേഷം നാട്ടിലേക്ക് വരിക. നാട്ടിലേക്ക് വന്നില്ല നമുക്ക് ശ്രീജുവിനെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഫ്ലോറിൽ കിട്ടില്ലല്ലോ, അല്ലേ? ശ്രീജു അടച്ചതിന്റെ എത്ര ദിവസത്തിന് ശേഷമായിരുന്നു ഇത് സംഭവിച്ചത്? ഞാൻ 9 മാസം. അപ്പം കഴിഞ്ഞ ജനുവരി 24 ഞാൻ ഇവിടുന്ന് 26 ഞാൻ ഇവിടുന്ന് പോകുന്നു. അപ്പൊ അതിനോടൊക്കെ അറബിയൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ എങ്ങനെയാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് കൂടുതലും മലയാളി നേഴ്സുമാര് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു എന്റെ വണ്ടിയിൽ പോകാനൊക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറബി വലിയ, എന്നാലും അല്പം സ്വല്പം മോയ വെള്ളം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു വാങ്ങിയ അത്രയൊക്കെ. കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് അപ്പൊ എങ്ങനെയാണ്? എനിക്ക് ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു, മലയാളി ഉണ്ട്. മലയാളി. അപ്പൊ നമ്മൾ വിചാരിക്കും അവര് ജോലിക്ക് നിർത്തി, അല്ല, അവനെ ഇതുപോലൊരു കേസിൽ പിടിച്ചോണ്ട് അവൻ അറബി അറിയാം. അവനെയും കൂടെ ഇവര് കൂടെ കൊണ്ടുപോകുന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഓരോ ചോദ്യം. എൻ്റെ അടുത്ത് ഇന്ന ഓരോരുത്തരെ പറ്റി ചോദിച്ചു, അറിയാമോ? ഞാൻ പറഞ്ഞ അറിയില്ല. പിന്നെ വരുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനെ അറിയാം, പക്ഷെ അവർക്ക് എന്നെ അറിയില്ല. ഫോണിന്റെ ലൊക്കേഷൻ നോക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ദിവസങ്ങൾക്ക് റൂമിൽ തന്നെ ആയിരുന്നു. സംഭവം ക്രൈം നടക്കുന്ന സമയത്ത് നുണപരിശോധനയ്ക്ക് വിധേയനാക്കി. കുറെ ചടങ്ങുകൾക്ക് ശേഷം 38 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എന്നെ പുറത്തേക്ക് വിടുന്നത്. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ, എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ അവസാനം അവിടെ ഒരു പെട്രോൾ പമ്പിൽ, അവിടുത്തെ പെട്രോൾ പമ്പുകളിൽ എപ്പോഴും ഷോപ്പുകളും എപ്പോഴും ഉണ്ട്. ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അവിടുത്തെ ഒരു ഇക്കയോട് പറഞ്ഞു, പാലക്കാടുകാരനാണ്, എനിക്ക് പുള്ളിയുടെ പേരെനിക്കറിയില്ല. ഞാൻ എൻ്റെ ഇൻസിഡൻറ്റ് പറഞ്ഞു. പുള്ളിയാണ് മൊബൈൽ ചാർജ് ചെയ്യാൻ തന്നിട്ട് എനിക്ക് വെള്ളവും ആഹാരമൊക്കെ മേടിച്ചുകൊണ്ട് തരുന്നത്. ആ 38 മണിക്കൂർ ഞാൻ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. വെള്ളം ചോദിച്ചതിനൊക്കെ അടിയാ, ഭയങ്കര.
ഇതൊക്കെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇതൊക്കെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു വിസ കിട്ടി അല്ലെങ്കിൽ ഒരു ജോലി ഓഫർ കിട്ടുമ്പം പുറത്തേക്ക് നമുക്ക് അറിയില്ലാത്തൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഈ കൊണ്ടുപോകുന്ന ആരാണ്, ഈ വിസയുടെ കാലാവധി എത്രയാണ്, അവിടെ ചെന്ന് നമ്മുടെ ജോലി എന്താണ്, ഇതെല്ലാം കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം പോവുക. ഞാൻ നസീർക്ക സൂര്യശ്രീ എന്താ നമ്മളെ ഒരുപാട് സന്തോഷം ചേട്ടാ. അത്രേ ഉള്ളൂ. സൂര്യക്ക് മാക്സിമം അവര് കൂടുതലൊന്നും പറയാനില്ല നമ്മളോട്. അല്ല, ഒത്തിരി സന്തോഷം. കാരണം ഞാനും ഇതൊക്കെ എനിക്ക് സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ പ്രചോദനം? തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷത്തിനൊപ്പം ഞങ്ങളും സന്തോഷം. അതെ, നമ്മൾ സന്തോഷിക്കുമല്ലോ. അവർക്ക് പൈസ കിട്ടുന്നു, അവർ ഹാപ്പി ആകുമ്പോൾ നമ്മൾ ഹാപ്പി ആവുമല്ലോ. എന്തായാലും നല്ലൊരു കൈഡി ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ കൊടുക്കാം. കാരണം നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഇതുവരെയുള്ള നിമിഷങ്ങളിലെ ഏറ്റവും നല്ല പ്രൈസാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയും ഗംഭീര സ്കിറ്റുകളുമായിട്ട് ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും 3 പേർക്ക് നേരുന്നു. അടിപൊളിയാവട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈഡി കൊടുക്കാം. അടുത്ത ആളെ വിളിക്കാം. വേഷം അല്ലെങ്കിൽ ഏതാണ് ഓരോ ക്യാരക്ടറായിട്ട് മാറുന്നതിൽ വിദഗ്ധനായ ഒരു കലാകാരനും ടീമും കൂടെയാണ് അടുത്തായിട്ട് വരാൻ മാറ്റിയെടുത്തത്. വേഷം കിട്ടിയാലും പച്ചത്തത്ത വളരെ ഫേമസ് ആണ്. പച്ചത്തത്ത വളരെ ഫേമസ് ആണ്. ഒപ്പം ദീപു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ്. ഒപ്പം മനോജ് കോമ എന്ന് പറയുന്ന ഒരു ആക്ടറും കൂടെ. അപ്പൊ 3 പേരെ നല്ലൊരു കൈഡ് കൊടുത്ത് നമുക്ക് ക്ഷണിച്ചാലോ? നമ്മുടെ ചിത്തനുണ്ട്, ദീപുണ്ട്, ഒപ്പം മനോജ് കോമ. മത്സരങ്ങൾ അത് പലതാണ്. അത് മലപ്പുറം ജില്ലക്കാർക്ക് ജീവനാണ്. കാൽപന്ത് കളിയുടെ ആവേശം. കെട്ടണഞ്ഞ സൂര്യ തേജസ്സിന്റെ മറവിലേക്ക് സൂര്യപുത്രനെ പോലെ ഇറ്റാലിയൻ യൂറോ ലാമ്പുകൾ കത്തിജ്വലിക്കുമ്പോൾ കോവിവിളികളും കൈത്താളങ്ങളും മാറി മറിഞ്ഞ് ചാഞ്ചാടി നൃത്തം വയ്ക്കുന്ന മുഹൂർത്തം. കാൽപന്ത് കാലം നാലാണ്ടിലൊത്തുചേർന്നൊരു നാടുടർത്തുന്ന കാലം. പോത്തുമ്പി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 5ാമത് വാർഷികത്തോടനുബന്ധിച്ച് സെവൻസ് ഫുട്ബോളിന്റെ താരരാജാക്കന്മാർ ഇട്ടുളുക്കി നാരായണി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും 1 കൊല്ലപ്പഴുത്തിനും വേണ്ടിയുള്ള തീവാറുന്ന പോരാട്ടം. ആദ്യ ദിനത്തെ വിസിൽ മുഴങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. താരരാജാക്കന്മാർ മാറ്റുരയ്ക്കുന്ന മത്സരം ആരംഭിക്കുന്നു. അതാരും ഓടരുത്, കളി തുടങ്ങല്ലേ. അതപ്പുറത്തെ ചായക്കടയില് കുക്കറിന്റെ വിസിൽ കേട്ടാണ്, അല്ലാത്ത കളിയുടെ വിസിൽ അടിച്ചതല്ല. നീ എവിടെ ഓടിപ്പോന്നു? മക്കളെ കളിക്കാനാണില്ല, മുങ്ങല്ലേ. ഓടിപ്പോയല്ല, പിന്നെ എക്സസൈസ് ചെയ്താണോ? ഞാൻ വിചാരിച്ച മറ്റേ ടീമിനെ കണ്ടപ്പോ നീ നൈസായിട്ട് മുങ്ങുവാന്നാ വിചാരിച്ചത്. നിങ്ങളെ കളഞ്ഞിട്ട് ഞാൻ പോകും. അതെ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഈ കളി. എടാ, നിന്നെയൊക്കെ എവിടെ കളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടോ അവിടേക്ക് 8 നില പൊളിഞ്ഞിട്ടാ വന്നിട്ടുള്ളത്. നീ ഞാനൊരു കാര്യം പറയാം, 6 മുട്ട ഒടിച്ചിട്ടാണെങ്കിലും കപ്പ എന്റെ വീട്ടിലെത്തണം. പിന്നെ കപ്പ ഞാൻ സെറ്റ് ചെയ്യാം, മുളകും സെറ്റ് ചെയ്യാം. കുപ്പി നിങ്ങൾ എടുക്കോ? കുപ്പിയാ? കപ്പ വേണമെന്ന് പറഞ്ഞു. പൊന്നെ, കപ്പയല്ലടാ. എടാ, കപ്പ് ഇതായിരിക്കുന്ന റോഫി. അങ്ങനെ പറയാതെ കപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു വേറെ എന്താ പരിപാടിയാണെന്ന്. അത് ശരി, ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കൊച്ചു ധൈര്യമായിട്ടിരുന്നോ? 6 കൊച്ച് അല്ല. എടാ, ഞാൻ സ്കോച്ച്. കള്ളം പറയല്ലേ, കാട്ടറമ്മ് എവിടെന്നോ എടുത്ത് ഒറ്റയ്ക്ക് അടിച്ചല്ലേ എന്നെ വിളിക്കാതാ. നല്ല ആള്. ഇന്നലെ നീ അതിനകത്ത് 2 പേർക്ക് നീ കൂടുതൽ അടിച്ചില്ലോ. കളി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ രീതി നിൽക്കണം. ഒറ്റയ്ക്ക് പോയിട്ട് ഇവൻ എന്ത് കാണിക്കാം? എടാ, വരത്തോടെ കയറ്. എടാ, പാസ് കൊടുക്കണം, സുനിക്ക് കൊടുക്ക്. ഇവനെവിടെ പോണു? 2 ഗോൾ അടിച്ചു. ആര്? അവര്. എന്നിട്ട് അന്തസ്സായിട്ട് പറഞ്ഞിട്ട് 2 ഗോൾ അടിച്ചാ വേറെ പോയി. ഞാൻ പറഞ്ഞില്ലേ അവനെ മാറ്റ്, എന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്ക്. അത് പകരത്തിന് പകരം ഇറക്കണം. അത് ഓ എന്റെ ദൈവമേ, അത് പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട്. അത് തന്നെ, എനിക്കത് കിട്ടൂല. എന്താ ഈ വെയിൽ ഇങ്ങനെ തല അടിച്ചു കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് കിട്ടൂല. തണലാണെങ്കിൽ പറ്റും. ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇനി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നീ ആ വാക്കിവിടെ ഒന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോയാൽ മതി. പറ, തണലത്തോട്ട് പറയുന്നു പറയടാ. സബ്സ്റ്റിറ്റ്യൂട്ട് പറ. സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ പരിപാടി തുടങ്ങാം. നീ ഫുട്ബോൾ കളിക്കേണ്ടവനല്ല. നീ ഏതെങ്കിലും മിമിസ്ക് ഗാനങ്ങളൊക്കെ റിതം ബാക്ക്
കളിയാക്കല്ല എന്ത് കളിയാക്കണ്ടെന്ന് പറഞ്ഞാ? ഞാനും കുറെ കളിയെ കളിച്ചിട്ടുള്ളേ. നമ്മൾ നല്ല കളിക്കാരി നമ്മൾ കേട്ടാ. നേരെ അടിയടാ, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാതെ അടിയടാ. എടാ നീ നിന്റെ കളിയെ കുറിച്ചിട്ട് പറയുന്നത് ഇന്നലെ എന്തായിരുന്നു? എത്ര ഗോൾ അടിച്ചു? ഇന്നലെ എത്ര ഗോൾ അടിച്ചു? നിങ്ങൾ മിണ്ടരുത് ഇന്നലത്തെ കളിയുടെ കാര്യം. അതെ. ഇത് കണ്ടോ, ഒരു ഹെഡിങ് വന്ന് കണ്ടായിരുന്നോ? അത് ഞാൻ കണ്ട, നീ കെട്ടി ചെയ്തില്ലല്ലോ. അത് ഇത് എന്തായിരുന്നു പറയും? ഇത് പുരികം. പിന്നെ ഒളിച്ചിരിക്കണ സ്ഥലം. ഒളിച്ചിരിക്കുന്ന സ്ഥലമാ. ഓ എന്ത് എന്റെ ഒരു ഹെഡിലുണ്ടല്ലോ, എന്റെ ഈ 2 കൃഷ്ണമണിയുടെ കറങ്ങി ചെയ്തിട്ട് കണ്ട് ഇവിടെയാണ് വന്ന് ഒളിച്ചിരുന്നത്. അത് ശരി. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ നീ താഴെ ഇറങ്ങിയത്. അപ്പൊ നീ ഹാഫ് ടൈം കഴിഞ്ഞിട്ട് നീ മണിയില്ലാതാണോ കളിച്ചത്? എന്റെ ഭഗവാനെ, എല്ലാം നേരെ കളിയണം. അങ്ങോട്ട് ലെഫ്റ്റ് കൊടുക്ക്, ബാക്ക് കൊടുക്ക്, പൊളിച്ച് അതുപോലെ എന്നെ അങ്ങ് കോച്ചാക്കല്ലേ. എന്നാ നിങ്ങൾ വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? എന്റെ സൗഹൃദ മത്സരം പറഞ്ഞു. സൗഹൃദ മത്സരമാണ്, വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ ചെന്നുടനെ ടീം എടുത്ത് അളിയാ സുഖമില്ലടാ നിന്തിരെ പറഞ്ഞ നമുക്ക് ഒരു സാധനം എടുത്താലെന്നോ ചോദിച്ചു. അവന്മാരടുക്കോ എന്ത്? അവന്മാർക്ക് ഭയങ്കര ദേഷ്യം നിൽക്കല്ലേ. ഒരു ബാൾ നമുക്ക് കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല അവന്മാർ, അറിയാവോ? എന്നാലും കളിക്കാൻ അറിയത്തില്ലെന്ന് പറയരുത്. അവരുടെ പുറകെ പട്ടിയെ കിടക്കുന്നു കൊടുത്താണ്. പാസ് കൊടുക്ക്. അത് കളഞ്ഞിട്ട് വരുന്നടാ. ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് വേണം. നീ എന്ത് കാണിക്കായിരുന്നു? നീ എന്ത് കാണിച്ചാ അവിടെ കിടന്നു? നിനക്ക് നല്ലൊരു ഹെഡ് ചെയ്യാനായിട്ട് ചാൻസ് കിട്ടിയാണോ? ഹെഡ് ഞാൻ ചെയ്യത്തില്ല. അതെന്നെ ഹെഡ് ഞാൻ ചെയ്യത്തില്ല. കാര്യം പറയടാ. എന്റെ കൊച്ചു വന്നിട്ടുണ്ട് കളി കാണാനായിട്ട്. അത് ശരി. അപ്പൊ ഞാനില്ലാതെ നിനക്ക് വേറെ കോച്ചാ? അതല്ല, ഞാൻ കെട്ടാൻ പോകുന്ന ഒരു കൊച്ചാണ് വന്നിരിക്കുന്നത്. കെട്ടാൻ പോകുന്ന കൊച്ചാനിരിക്കുന്നത് നിനക്കെന്താ? ഞാനേ കെട്ടിയുമ്പോഴേ എന്റെ വിഗ്ഗാനം തെറിച്ചു പോയെങ്കിലേ എന്റെ കല്യാണം മുടങ്ങും. അപ്പൊ നിനക്ക് വിഗ്ഗാണ് വരുന്നത്? എനിക്ക് വിഗ്ഗാ വലുത്. അല്ല, നിനക്ക് കളി ചെയ്യിപ്പിക്കണമെന്നില്ല. അല്ല, നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ കൊച്ചെവിടെയാണെന്നൊന്ന് പറഞ്ഞത്. ആണ്ടിരിക്കുന്ന എന്റെ കൊച്ചു. പ്രായമുള്ളതിനൊക്കെ പ്രേമിച്ച് വിളിച്ച് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഏത് പ്രായമുള്ളത്? എടാ അവരുടെ മടിയിൽ ഒരു കൊച്ചിരിക്കുന്ന കണ്ടില്ലേ? അയ്യോ, അത് മടിയിരിക്കുന്ന കൊച്ചല്ല, പിന്നെ അത് കറുത്ത ഹെൽമെറ്റ് ആണ്. അയ്യോ, ഒരു കാര്യം ചെയ്യ്. നീ ഹെഡ് ചെയ്തോ പോട്ടെ. ഭാഗ്യം കൊണ്ട് നമുക്കത് ഫ്രീ കിക്ക് ആയിട്ടുണ്ട്. ഫ്രീ കിക്ക് കളയരുത് മക്കളെ. അടിച്ചു പൊളിക്കണം, തകർക്കും ഞാൻ. ഫ്രീ കിക്കാണ്, ഫ്രീ കിക്ക്. എനിക്ക് കൊടുത്താ എന്തുവാ? ഫ്രീ ആയിട്ട് കേക്ക് കിട്ടിയെങ്കിൽ അമ്മ കൊടുത്തേ. ഒറ്റിടിക്കാൻ പറ്റൂടാ. ഫ്രീ കേക്ക് അല്ലടാ, ഫ്രീ കിക്ക്. അത് പറയാതെ ഞാൻ റെഡിയാണോ? കളയരുത്. ഇല്ല. ഓക്കെ. ഏർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി പോർച്ചുഗൽ ട്രെയിലിംഗ് 2-3. ഫ്രീ കിക്ക്. നിങ്ങളിത് കാണുക. മോള് അടിയടാ. ഇടത്തേക്കല്ല, അത് കളഞ്ഞു പോയി. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? എടാ നല്ലൊരു ഫ്രീ കിക്കല്ല. നീ ഇടത്തെ കാലം എന്തിനാ അടിച്ചത്? ഞാൻ കോച്ചോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ ജോലി ചെയ്യുന്നത്? നീ ഗൾഫിലല്ലേ? ഇടത്തോട്ടല്ലേ? ഗൾഫിലല്ലേ? ഒരു കാര്യം ചെയ്യടാ, നിന്റെ സൗകര്യത്തിന് ആ പോസ്റ്റ് കൊണ്ട് അവിടെ ഇട്ടിട്ട് അപ്പൊ നിനക്ക് അടിക്കാൻ സൗകര്യം അങ്ങനെ വേണം. ഇവൻ 2 കവർ ഈത്തപ്പഴം കൊണ്ട് തന്നപ്പോഴത്തെ എന്നെ തൊലക്കാൻ വന്നതാണ്. അവന്മാരൊന്നുമല്ല വേണ്ടി മക്കളെ, അടുത്ത നീ ഇറങ്ങേണ്ടത്. വാപ്പി, ഞാൻ അവനെ വിളിക്കട്ടെ തിരിച്ച്. മധു കളിക്കും. മധു ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കുളിന്ന് വിളിക്കാവൂ. കുളി മധു. അവന്റെ പേരെന്താണ്? അവന്റെ പേര് പെലെ. അവന് പെലെ ആണെങ്കിൽ എനിക്ക് കുളി ആയിക്കൂടെ? അപ്പൊ 2 പേരും അപ്പുറം മതി. ഒരുത്തൻ പെലെ, ഒരുത്തൻ കുളി. ഇന്നത്തെ കളി എന്റെ പെലെ കുളി. കോച്ചനെ വിളിച്ച് നന്നായി. അല്ലാതെ മഞ്ഞവെള്ളം ഛർദ്ദിച്ച് മരിച്ചു പോയേനെ. ഞാൻ കണ്ടറാഗ് രവിന്റെ മൂലെ ചെന്നേച്ച് മഞ്ഞവെള്ളം ഛർദ്ദിച്ചിരിക്കുന്നത് മനപ്പുറം വിളിച്ച് കയറ്റിയതാ. കോച്ചെ, അമ്മാര് ഭയങ്കര കള്ളക്കളിയാ. അമ്മാര് ഒരു 10-15 പേര് കളിക്കുന്നുണ്ടെന്ന്. 15 പേരാ? പിന്നെ ഒരു ഉത്സവത്തിലുള്ള ആളുണ്ടെന്ന്. സെവൻസ് എന്ന് പറഞ്ഞ 7 വഴി 14 പേരെ കോട്ടിലുണ്ട് ഇപ്പൊ. പിന്നെ അവിടെ ഒത്തിരി പേരുണ്ടെന്ന്. കാര്യം പിടികിട്ടിയാ? കോർണർ കിക്ക് എടുത്തപ്പോഴത്തേന് പന്തിൽ ഹെഡിയതിന് വരെ പോസ്റ്റ് ഇടിച്ചിട്ട് കിളി പറഞ്ഞ് നിൽക്കും. കോച്ചെ, ആ 7ന്റെ വെള്ളം എനിക്ക് ചിരിതാ. 7ന്റെ വെള്ളം? മറ്റേ പച്ച കുപ്പിക്കകത്തുള്ള. എന്റെ ദൈവമേ, അത് 7up. അത് ഇച്ചിരിയാ. പച്ചവെള്ളം തരത്തില്ല. ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ടാ? ഇവിടെ നമ്മളിപ്പോ മൊത്തം 8 പേര്. 8 പേരാ? ഒറ്റ അടിയും ഞാൻ വെച്ചു. അടുത്ത കളി ഞാൻ പറിക്കും. അവിടെ പോരാ പൊന്നേടാ. അടുത്ത നീ ഇറങ്ങണം. അടുത്ത ഞാൻ ധൈര്യമായിട്ടിരുന്നോ? ഞാൻ ഇറങ്ങിക്കോളാം. എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. മക്കളെ, 5 ഗോളം മരിപ്പ് വെച്ചിട്ടുണ്ട്. നീ 5 ഗോളും കൂടെ അടിക്കണം. എന്നിട്ട് പരിമല വെങ്കിൽ പിടിക്കണം. സമനിലെന്നാണ് ഉദ്ദേശം? ദൈവമേ, എന്റെ കളി കണ്ടിട്ട് ഒരു കാര്യമുണ്ട്. 6 ഗോൾ അടിക്കണം നമ്മൾ ജയിക്കണമെങ്കിൽ. വാമപ്പ് ചെയ്തിട്ട് നിങ്ങൾ വേറെ കാര്യം ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മള് തുടയെ പിടിച്ച് കോച്ച് തുടയെ പിടിച്ച്. ഞാൻ തുടയെ കയറി പിടിച്ചത് ആര് പറഞ്ഞു? അവൻ പറഞ്ഞു. എടാ ചേമ്പല പുഴുകി. തുടയെ കയറി പിടിച്ചെന്നല്ല, അവന്റെ തുടക്കി കോച്ചി പിടിച്ചെന്നാ. ഞാൻ റെഡിയാക്കിക്കോളാം.
എന്തുവാടാ ഇത്? എനിക്ക് ഇങ്ങനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇക്ലിയാവും. എനിക്കറിയാം നിന്റെ ഉടായ്പ മാത്രമേ ഉള്ളൂ. മാറിക്ക, റെഡിയൊക്കെ ഓക്കെ ഇറങ്ങി 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 പോ. 6 ഗോൾ അടിക്കണേ. ഞാൻ ഏറ്റവും 6 തകർക്കണം. പാസ്വേഡ് മൈനസ് പാസ്വേഡ് നീ കളിക്കടാ. ഞാൻ കളിച്ച പോലെ കളിക്കണ. എന്നാ ഞാൻ കളിച്ച പോലെ കളിക്കാൻ പറയുന്നു. നീ ഫസ്റ്റ് ഹാഫ് നീ അവിടെ കളിക്കാൻ ഇറങ്ങിയല്ലേ? നീ അവിടെ കപ്പ പറിക്ക് വരുന്ന 5 ഗോൾ അടിച്ചപ്പം അല്ല മിണ്ടിപ്പോരുത്. ഹലോ, ആ കളി നടക്കുന്നു. കോച്ചേ ഒന്നടിച്ചു. ഒന്നടിച്ചാ കേറി അടിക്കടാ. രണ്ടടിച്ചു. വട്ടം 3അടിച്ചു. അവന് 6 അടിച്ചേ. ആണെങ്കിലും അവന്മാരും ആണെങ്കിലല്ല അടിച്ചിട്ടോടത്ത് 6 ഗോള്. പിന്നല്ലാതെ അടിപൊളി. നമ്മള് 6 ഗോൾ അടിച്ചപ്പോ ജയിച്ചില്ലേ? നമ്മളല്ലേ സന്തോഷിക്കേണ്ടത്. അവന്മാരുടെ ടീം എന്താണ് കടന്നുള്ളുന്നത്? അവിടെയാണ് ഞാൻ അടിച്ചത്. എവിടാ? ഫുട്ബോളിന് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോ കോർട്ട് മാറും. അതിനൊക്കെ അറിയാവാ? പറഞ്ഞില്ല. ഈ നമ്മുടെ കോർട്ടിലോട്ട് 6 കൊണ്ട് അടിച്ചു കൊടുത്തു. ആരും പറഞ്ഞില്ല. അത് ആരും പറഞ്ഞില്ലേ? എങ്ങനെയാണെങ്കിലും നമ്മളാ ജയിച്ചത്. എങ്ങനാ? നീ ഇപ്പൊ പോയി 6 ഗോൾ അടിച്ചാ, അവർ 5 അടിച്ചാ, അപ്പൊ അവർക്ക് 11 ഗോള്. ഇപ്പൊ അവർ വിജയമായിട്ട് പ്രഖ്യാപിക്കും. എന്തൊരു മണ്ടത്തരം പറയണ. എത്ര ഗോൾ ഉണ്ടായിരുന്നു? അവർക്ക് 5. മൊത്തം 11 ഗോളല്ലേ? അവന്മാർ 5 അടിച്ച്, നമ്മൾ 6 അടിച്ച്. നമ്മളല്ലേ കൂടുതൽ അടിച്ചത്. അപ്പൊ നമ്മളല്ലേ ജയിച്ചത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഇവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ 6 ഗോൾ അടിച്ച് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കണമെന്നാണ് ജയിക്കണം. നമ്മൾ ജയിച്ച്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഈശ്വര, ഞാൻ എന്റെ മുടി പെറിച്ച പറയട്ടെ. എനിക്ക് മനസ്സിലാവുന്നില്ല. പറ. എന്റെ കോച്ച് കോച്ച് അവനാണ് 6 ഗോൾ അടിച്ചത്. അവർ 5 ഗോളേ അടിച്ചുള്ളൂ. ഗോള് കൂടുതൽ അടിക്കുന്നവരല്ലേ ജയിക്കില്ലേ? ദൈവമേ, വന്നതും നിന്നതും ഒക്കെ പാലാന്നേ. കോച്ചേ, ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളുടെ കോച്ചല്ല. ഇവൻ ആദ്യം പറഞ്ഞില്ലേ, ഇന്ന് മുതൽ കട്ട റമ്മു അടിച്ച് നടക്കുന്ന കോച്ച്. ദീപു, ചിത്തൻ, മനോജ് കോമ, മനോജിന് സ്വാഗതം. ഈ സ്റ്റേജിലേക്ക്, നമ്മുടെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം. നല്ലൊരു കൈയ്യടി കൊടുക്കാം 3 പേർക്കും. എന്താണ് ഒരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു മൊത്തത്തില്. നമുക്ക് മനസ്സിലോട്ട് പോയാലോ? ചിത്ത ഒന്ന് ചിരിക്കും. ചിത്ത ഓക്കെ. ഗംഭീര സാധനമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാര്യം നമുക്ക് ആ ഗ്രൗണ്ടിലിരിക്കുന്ന ഫീലിംഗ് കിട്ടി. നിങ്ങൾ 3 പേരെ ഉള്ളെങ്കിലും 30 പേരുടെ ഫലം ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. കാര്യം നമ്മുടെ ഇതിൽ 3 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും അപ്പുറം കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സ് അങ്ങോട്ട് എത്തിച്ചു. നിങ്ങൾ നന്നായിരുന്നു. കുഞ്ഞു തമാശ കുറവുണ്ട്, സാരമില്ല, മോശം വന്നില്ല, അത്രയേ ഉള്ളൂ. ദീപു, ചിത്ത, മനോജെ, അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ദീപു വരുന്ന ഏത് എപ്പിസോഡാണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്കിറ്റാണെങ്കിലും ഗംഭീരമാക്കി പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ദീപു. ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ, ചിത്ത, എനിക്ക് വന്നു കുറേ കാലത്തിന് ശേഷം ചിത്തൻ നിന്ന് കുറേ വേഷങ്ങൾ ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇന്ന് ഇളകി കളിച്ച് ഇന്നാ ചിത്ത ഒളിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ചിത്തൻ 100 കാര്യം. ചിത്തൻ്റെ ഒരു പ്ലേ കുറഞ്ഞാൽ ബാക്കിയുള്ളവരെ ബാധിക്കും, ഇല്ല ദീപു? ചിത്തൻ്റെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയുണ്ട്, അത് ഗംഭീരമായിട്ട്. പിന്നെ ഇതിനകത്തൊരു സംഭവം വെച്ചാൽ, ഇതിനിടയിൽ ഞാൻ മനോജിനെ ശ്രദ്ധിച്ചത്, മനോജ് ഒരു വരവ് വന്നു. അത് 2 ഗോൾ അടിച്ചു, അവരടിച്ചെന്ന് പറഞ്ഞ് മനോജ് ആ ഓട്ടോ എന്നറിയോ? മച്ചാൻ വർഗീസ് എന്ന് പറഞ്ഞ കലാകാരൻ ഒരു സിനിമ ഇരുന്നിട്ട് മറ്റേ കലിങ്കിരുന്ന് എണ്ണുന്ന ഒരു സീനാണ് അത്, ഇൻട്രോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ, അവരുടെ ആക്ഷൻ കാണുമ്പോൾ ഇയാൾ നോട്ടബിൾ ആണ് എന്ന് പറയുന്ന രീതിയിൽ മനോജ് ഗംഭീരമായിട്ട് ആ സാധനം പ്രസൻറ്റ് ചെയ്തു. പിന്നെ എനിക്കൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റിൽ ഇച്ചിരി കൂടെ മെനക്കിട്ടിരുന്നെങ്കിൽ സത്യം ഇത് വേറെ ലെവലിൽ പോയാണ്, അല്ലേ? എന്തു പറയാം, സ്ക്രിപ്റ്റിൽ ഇരിക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള പ്രശ്നം ഇപ്പം എനിക്കിന്നു എല്ലാവരും തിരക്കായതുകൊണ്ടാണോ? എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ. പ്രോഗ്രാമിൻ്റെ അതൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞ കുറേ ഷെഡ്യൂൾ എനിക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഓക്കെ. അപ്പം ഈ ഡേറ്റുകൾ ഇങ്ങനെ മാറി വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വിളിച്ച് നമ്മൾ ചോദിക്കാറുണ്ട് നമുക്ക് വരണം എന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നെന്നും പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കയറി വന്നതാ. നീ എത്ര ഷെഡ്യൂളായിട്ട് ഇവിടെ വരാതിരിക്കുന്നു? ഒരു 3-4 ഷെഡ്യൂളായില്ലേ? അതെ. നീ ഇവിടെ ഉണ്ടായിരുന്ന എനിക്ക് എവിടെ എത്തായിരുന്നു അറിയോ? ഞാൻ ഒരു പടം ഉണ്ടായിരുന്നു. അവിടെ പ്രോഗ്രാംസ് ഉണ്ട്, ഷോസ് ഉണ്ട്, സിനിമകളുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് സന്തോഷം തരുന്ന കാര്യങ്ങൾ. എനിക്ക് പറയാനുള്ളത്
ചേട്ടാ വിപിൻ ചേട്ടനാണ്, വിപിൻ ദാസ്. അതുപോലെ അതിന്റെ ഡയറക്ടറും വിപിൻ ചേട്ടൻ തന്നെയാണ്. വേറൊരു വിപിൻ ചേട്ടനാണ്. ശരിക്കും ആ പടത്തിൽ എനിക്ക് വാലാട്ടി എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ പ്രിവ്യൂവിന് വിപിൻ ചേട്ടൻ വന്നപ്പോൾ ഞാനൊരു അവസരം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ എനിക്ക് അടുത്തിന് എന്തെങ്കിലും ഒരു സംഭവം തരണം, അത് നമുക്ക് കാണാം ചെയ്യാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന ചെറിയൊരു വേഷം എനിക്ക് കിട്ടിയത്. നല്ലതായിരുന്നു. അപ്പൊ അന്ന് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നമുക്ക് അടുത്ത് വരണം നമ്മൾ അതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തും വിളിച്ചതൊക്കെ. അപ്പോൾ ആ ഒരു നന്ദി പിന്നെ നമ്മുടെ ഈ പരിപാടിയോടും പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സിനോടും അർജുൻ ചേട്ടനോടുള്ള നന്ദി ഒരു അവസരത്തിൽ അറിയുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ ഇവിടെ നമ്മൾ ബിഗ് സ്ക്രീനിലും മറ്റേ ചെറിയ സ്ക്രീനിലും നമ്മുടെ മുഖം ഉണ്ടാകണം, എന്നാലേ നമ്മളെ ഓർക്കുള്ള ആൾക്കാർ, അല്ലെ നമ്മളെ മറന്നു പോകും. അല്ല, ഈ ഒന്ന് കാണാനില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് നമ്മളെ. ഇപ്പൊ കാണാനില്ലല്ലോ, ആ ഒരു സംഭവം നമുക്ക് അത് ഒരിക്കലും ഒരു കലാകാരനെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു പാടാണ് നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫാൻസിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ദീപനുണ്ടോ? ഞാൻ അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ നമ്മുടെ മിമിക്രി കലാകാരന്മാരിൽ നെഗറ്റീവ് കമന്റുകൾ വരാത്ത ഒരേ ഒരാളാണ് ദീപു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫ്ലവേഴ്സിന്റെ ഏത് ഷോയിൽ ദീപു വന്നാലും ഏത് എപ്പിസോഡിൽ വന്നാലും ഒരാൾ പോലും അയ്യോ ഇയാൾ എന്താണ് ഇങ്ങനെ ഇയാൾ എന്താണ് അങ്ങനെ എന്ന് പറയാത്ത ഒരേ ഒരാൾ. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഒഫീഷ്യലി ഫ്ലവേഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഇപ്പം കിട്ടിയത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് ഞാനത് ഒഫീഷ്യലി ദീപുവിനെ അറിയിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് നസീർക്ക് അങ്ങനെ പറഞ്ഞത്. കാര്യം നിങ്ങളെല്ലാവരും നമ്മുടെ മിമിക്രിക്കാരുടെ എല്ലാവരുടെയും നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അതെല്ലാം സത്യമാണ്, അതെല്ലാം നടക്കണം, അതൊക്കെ നടക്കണം. ദീപു തന്നെ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞല്ലോ, ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും, വരട്ടെ ഈ തവണ ഞാൻ ഇങ്ങോട്ടൊന്നും പറയാതെ തന്നെ ഞാൻ വന്നതെന്ന് പറഞ്ഞില്ലേ, അത് മതി നമുക്ക്. അതൊരു വന്ന വഴിയോട് നമ്മൾ കാണിക്കുന്നൊരു മര്യാദയാണ്, ഒരു സ്നേഹമാണ്, ഒരു ബഹുമാനമാണ്. അതിൻ്റെ ഒരു എന്താണ് ഒരു ഐശ്വര്യവും ഒരു അനുഗ്രഹവും ഒക്കെ എന്നും ദീപു. എന്നെയൊക്കെ എനിക്ക് കുറേ ജോലിക്ക് ഞാൻ പോയിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ. നമുക്ക് ശരിക്കും എൻ്റെ 10ാം ക്ലാസ് ജയം പോലും ഞാൻ എൻ്റെ വാശിപ്പുറത്ത് ഞാൻ എഴുതിയെടുത്തതൊക്കെ. 10ാം ക്ലാസ്സിൽ തോറ്റ് ഞാൻ നമുക്ക് പറ്റിയ പരിപാടി അല്ലാന്ന് വെച്ചിട്ട് ഞാൻ കളഞ്ഞിട്ടൊക്കെ പോയിട്ട് ഞാൻ ഈ പാരിപ്പള്ളി വർക്കല റോഡ് പണിക്ക് ഫുള്ളുണ്ടായിരുന്നു ഞാൻ ആ പണിക്ക്. അപ്പോൾ അന്ന് ഇതുപോലെ ഞാൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ പിള്ളേരൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ എൻ്റെ അന്നത്തെ പ്രായം. അപ്പോഴും ഞാൻ തന്നെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നമ്മളിത് എങ്ങോട്ടാണ് പോകണമെന്നോ എന്താണ് ചിന്തയെന്നോ ഒന്നും നമുക്കില്ല. അന്ന് ഈ പറഞ്ഞ മൺവെട്ടിയും അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഞാൻ അത്യാവശ്യം പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ പിന്നെ മാത്സ് പിന്നെ ഇംഗ്ലീഷാണ് പോയത്, അപ്പോൾ അതെനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതിയെടുക്കാം, നീ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. വീടിനടുത്ത് ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അപ്പം അവിടെ ഉച്ചയ്ക്കൊക്കെ പോയിട്ട് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പഠിച്ച് ഞാൻ പിന്നെ അത് എഴുതിയെടുത്ത് 10ാം ക്ലാസ് എഴുതിയെടുത്തിട്ട് പിന്നെ ഞാൻ പകൽക്കുര സ്കൂളിലാണ് പഠിച്ചത്. അവിടെ നിന്നാണ് ശരിക്കും ഞാൻ മിമിക്രി തുടങ്ങിയത്. ആ സ്കൂളിൽ എൻ്റെ അധ്യാപകർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരെന്നെ കാരണം എൻ്റെ ഒരു അവസ്ഥ അന്നും ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ റബ്ബർ വെട്ടിയിട്ടൊക്കെയാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് അന്നേ ഒരു പരിഗണന അവർ തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കൂളിൽ. പക്ഷെ അന്ന് ഞാനത് കളഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു ഇതിൽ വന്ന് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ ഈ കലോത്സവത്തിന് പോയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ ചങ്ക് പ്രജിത്ത് കൈലാസത്തിനെ പരിചയപ്പെടുന്നത്. അവനാണ് പോയി നമുക്കൊരു ട്രൂപ്പ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവൻ പറഞ്ഞ് നമുക്കൊരു ട്രൂപ്പ് തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഇതിലോട്ട് കൊണ്ട് കുറേ പിന്നെ നമ്മുടെ കോമഡി സ്റ്റാർസിലോട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു. മധുചേട്ടനെ പിന്നെ മധു പുന്നപ്ര അതുപോലെ ശശാങ്കൻ ചേട്ടൻ അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ ചേട്ടൻ നമ്മുടെ വരട്ടെ. അന്നും നമുക്ക് ഈ പറഞ്ഞ ലേപ്പൊലി പോലും കിട്ടിയിട്ടില്ല. ലേപ്പൊലി വെക്കാനുള്ള കൊതിയായിട്ട് നമ്മൾ കുറേ സീസൺ 1 സീസൺ 2 സീസൺ 3 ഒക്കെ നമ്മൾ പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ കറക്റ്റ് നമ്മൾ വന്നു. പിന്നെ അർജുൻ ചേട്ടനോടുള്ള നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് സിനിമ കിട്ടുന്നത് നമ്മുടെ കോമഡി സർക്കസ് എന്ന പരിപാടി മഴവിൽ മനോരമയുടെ അർജുൻ ചേട്ടൻ ചെയ്തൊരു ഷോയാണ്. അപ്പോൾ അതിനകത്താണ് എന്നെ ആദ്യമായിട്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയിലോട്ട് എന്നെ വിളിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു അവസരത്തിൽ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുള്ള നന്ദി. കാരണം എൻ്റെ വീട്ടിൽ പോലും ഞാൻ പരിപാടിക്ക് പോകുന്നത് എനിക്ക് പരിപാടിക്ക് പോകുന്നെങ്കിൽ ഞാൻ അങ്ങനെ അധികം സംസാരിക്കാൻ അങ്ങനെ പരിപാടിയെക്കുറിച്ചോ കാര്യങ്ങളൊന്നും എനിക്ക് നമുക്കൊരു കാരണം നാളെ നമുക്ക് എന്താവും എന്നുള്ളൊരു അതിനെക്കുറിച്ച് അങ്കലാപ്പുണ്ട്. കാരണം അവ അന്ന് ചാട അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ച് നടന്നു എന്ന് പറഞ്ഞൊരു സംഭവം വരാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നും ഇപ്പോഴും ഞാൻ പണിക്ക് പോകും ഇപ്പോഴും എൻ്റെ. പക്ഷേ അതിനോട് നന്ദി എൻ്റെ കൂട്ടുകാരന്മാരോട് ഞാൻ പറയണം. ഞാൻ ഏത് സമയത്ത് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നാളെ എവിടെ വീടോന്ന് അറിയത്തില്ല, എനിക്കൊരു സീറ്റ് അവിടെ ഇട്ടേക്കണം, എൻ്റെ പണിക്കൊരു സീറ്റ് അവിടെ ഇട്ടേക്കണം, എൻ്റെ വെൽഡിംഗ് വർക്ക്ഷോപ്പ്. അത് പോട്ടെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, പെങ്ങള്, പിന്നെ എൻ്റെ വൈഫ്, എനിക്ക് 2 മക്കളുണ്ട്. അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ്റെ പേര് വാമൻ. അച്ഛൻ കശുവണ്ടി ഫാക്ടറിയിൽ ഈ പറഞ്ഞ വർക്കുന്ന അസുഖമായിരുന്നു. അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് ശാന്ത. ഭാര്യയുടെ പേര് രഞ്ജിനി. പിന്നെ മോന്റെ പേര് ദേവാനന്ദ്, മോളെ പേര് ദക്ഷിണ. വീട്ടിൽ പഞ്ചമി എന്ന് വിളിക്കും. അവരെല്ലാരും ഒരു ദിവസം കൊണ്ടുവരണം. ദീപു അഭിനയിച്ച സിനിമ ഗുരുവായൂർ അമ്പലത്തിലെ തിയേറ്ററിൽ പോയി കണ്ടിരുന്നോ? കണ്ടു. നിങ്ങളുടെ പ്രസൻസിൽ തിയേറ്ററിൽ എന്തായിരുന്നു? എന്തെങ്കിലും ചെറിയൊരു അനക്കം? നല്ല ഐഡിയ ആയിരുന്നു. അതാണ് ഒരു കലാകാരൻ്റെ അനുഗ്രഹം. ഒരു ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ ഒരു ചെറിയ കൈഡി നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പിന്നെ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം.
ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ അല്ല, പിന്നെ നമ്മൾ നാളെ എന്താവും ചിന്തിച്ചിട്ട് കാര്യമില്ല. നാളെ നമ്മളാണ് തീരുമാനിക്കുക നാളെ നമ്മൾ എന്താണോ എന്നുള്ളത്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അതല്ലാതെ എന്താകും ദൈവമെന്നും പറഞ്ഞ് നമ്മൾ അതിശയിച്ച് നടക്കാന്നുള്ളത്. നാളെ എന്താകണം ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാല് പല ടീമുകൾ നമുക്ക് ഇത് പിന്നെ അങ്ങനെ ഒരു അത് നിങ്ങൾ ദീപു അതെന്താ പറയുക, നിങ്ങൾ വർക്ക് ചെയ്ത ചാനലിന്റെ കുഴപ്പമാണ്. അല്ല, അത് ദീപു എനിക്ക് തോന്നുന്നു പറഞ്ഞ ചാനലിന്റെ കാര്യമല്ല, ഈ പ്രൊഫഷൻ വൈസ് ആണ് പറഞ്ഞല്ലേ. അതെ, അത് എല്ലാ കലാകാരന്മാരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ല, അതെപ്പോഴും നമ്മളൊരു അഡീഷണൽ ആയിട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ബലം കാണും. ഇതില്ലെങ്കിൽ വേറെ ഒന്നെന്നുള്ള തോന്നലുണ്ട്. ആ തോന്നലാണ് നമ്മുടെ വിജയത്തിന്റെ. നമുക്ക് സ്റ്റേജ് ഷോയും നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. സ്റ്റേജ് ഷോയും നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ പ്രേക്ഷകർ നമുക്ക് സ്റ്റേജ് ഷോയും തരുന്നത് അവരാണ് നമ്മളെപ്പോഴും പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അവസാനത്തെ ഒരു സംഭവമാണ് ഇത് കഴിഞ്ഞ് വേറെ ഇല്ല. ഇപ്പൊ ഞാനത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാണ്, അത് എത്രത്തോളം ദീപുവിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ നാളത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു ചിന്ത വേണം. പക്ഷെ നാളത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല എന്നുള്ളതാണ് കാര്യം. ഇതുവരെ വന്ന് നിൽക്കുന്നത് നമ്മളൊന്നും നേരത്തെ പ്ലാൻ ചെയ്തിട്ടല്ല. ഞാനോ ദീപുവോ പ്രചോദോ നസീർക്കോ ഒന്നും, ചിത്തനാണെന്നുണ്ടെങ്കിലും മനോജാണെന്നുണ്ടെങ്കിലും ഒന്നും നമ്മൾ ഇന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല. ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ എത്രത്തോളം ഭാഗ്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാര്യം എൻ്റെ ഒപ്പം മിമിക്രി കളിച്ച, അല്ലെങ്കിൽ ഞാൻ മിമിക്രി കണ്ട് വളർന്ന, അല്ല ഞാൻ ഇപ്പോഴും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് പേര് അവിടെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഞാനിവിടെ ജഡ്ജായിട്ടിരിക്കുകയാണ്. അത് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല. പക്ഷെ ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ട്. അന്നന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത അത് 100% അതിനകത്ത് നമ്മൾ യാതൊരു കള്ളത്തരങ്ങളും ഇല്ല. അതിനകത്ത് വേറെ പേഴ്സണൽ വേറെ എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ അയാളുടെ ജോലി കളഞ്ഞിട്ട് എനിക്കൊരു അത് കിട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ അവനെ വിട്ടിട്ട് എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ആ സ്റ്റേജ് കിട്ടുമെന്ന് ഞാൻ ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അതിന് ദൈവം എനിക്ക് തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഈ വേദിയും ഈ കസേരയും ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവം അനുഗ്രഹിച്ച് നമുക്കിപ്പോഴും സിനിമയുണ്ട്, നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ ഫാമിലി ഹാപ്പിയാണ്. അത്ര നോക്കിയാൽ മതി. അത് എൻ്റെ ഒരു എന്താണ് എൻ്റെ ഒരു സജഷനായിട്ട്, എൻ്റെ റിക്വസ്റ്റായിട്ട് ദീപു എടുക്കുക. അത് ഇതുപോലുള്ള ഡൗട്ടുള്ളവരോടുള്ള എൻ്റെ ഒരു അപേക്ഷയാണ്. കാര്യം നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഇപ്പം നമ്മൾ ഹാപ്പിയാണോ? നമ്മൾ ഹാപ്പി ആയിരിക്കുക. നാളെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നാളത്തേക്കിന് നമ്മൾ എന്ന് പറഞ്ഞ് ഇന്നെല്ലാം കൂടെ നമ്മുടെ ഇരിക്കുന്നതൊക്കെ ചിലവാക്കി എല്ലാവർക്കും വിതരണം ചെയ്ത് അങ്ങനെ നമ്മൾ അടിച്ചു പൊളിച്ചു മദ്യവും കഴിച്ച് അങ്ങനെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ സമയം നമ്മൾ ഹാപ്പിയാണോ? ഈ സമയം നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്യാം അത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കും. ഓരോ മൊമെൻറ്റും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നല്ലത് വരും. നല്ലൊരു ഗൈഡ് കൊടുത്ത് നമുക്ക് അവരോട് സംസാരിക്കാം. ചിത്ത ഹാപ്പി ആണല്ലോ അല്ലേ? ഇവിടെ പലരും നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ ചിത്തന് ആദ്യമൊക്കെ ഡൗട്ടാണ്. ഇവര് കറക്റ്റ് തന്നെയാണോ പറയുന്നതെന്നുള്ളത്. അല്ല, നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞത്? അല്ല, അതല്ല ഇപ്പോഴത്തെ അല്ല ഞാൻ പറഞ്ഞ ആദ്യത്തെ കമന്റ്സുകൾ. നന്നായിരുന്നു പറയുമ്പോഴും ചിത്തൻ എന്തോ ഒരു ഡൗട്ടാണ്. അത് കുഴപ്പമില്ല. മനോജ് നന്നായിരുന്നു കേട്ടോ. മനോജ് ഫസ്റ്റ് വരവ് തന്നെ മനോജ് പ്രചോദ് പറഞ്ഞ പോലെ മനോജിന്റെ വരവ് മനോജ് അറിയിച്ചു. നമുക്കിനി മാർക്സിലോട്ട് പോയാലോ? നസീർക്ക് തന്നെ പറയട്ടെ ഫസ്റ്റ് മാർക്ക്. ഞാനൊരു 12,000 രൂപ കൊടുക്കണം. 12,000 രൂപ നസീർക്ക് തന്നിരിക്കും. ഇനി പ്രചോദ് ഞാൻ ഒരു 13 രൂപ 13 രൂപ പ്രചോദനം തന്നിരിക്കുകയാണ്. അപ്പോൾ എത്രയായി? അപ്പോൾ 25 രൂപ അല്ലേ? അപ്പോൾ 25,000 രൂപ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എൻ്റെ മാർക്കാണ് ദാ വരുന്നു, അവിടെ വരുന്നു. 50,000 rupees. ഇത് തന്നെയാണ്. നല്ലത് മനസ്സിൽ കണ്ട് നല്ലത് ചെയ്യാൻ വേണ്ടി നല്ലത് ആഗ്രഹിച്ച് നിങ്ങൾ വന്നു. നിങ്ങൾക്ക് നല്ല മാർക്സും ദൈവം തന്നിരിക്കുകയാണ്. അത് നമ്മുടെ കഴിവുകളൊന്നുമല്ല, നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഇതുപോലൊരു പുതിയൊരു വിഷൻ, നമ്മളൊരു ഫുട്ബോൾ കളി കാണുന്ന ഒരു ഫീൽ നമുക്കിവിടെ കൊണ്ടുവന്നു. നിങ്ങൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തു, നിങ്ങൾ അതിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. എന്തായാലും ദീപു ഇനി ഒരുപാട് സിനിമകൾ കിട്ടട്ടെ, ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഇനിയും വരണമൊക്കെ നല്ലൊരു ഗൈഡ് കൊടുക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രചോദേ നസീർക്ക, ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി ബാക്കി നാളെ. ഓക്കെ അല്ലേ? പത്തനംതിട്ട ടീം ഓക്കെ അല്ലേ? അപ്പോ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.